ഹലോ മൈ ഡിയർ മലയാളീസ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണത്തിലൊക്കെ ഇരിക്കുമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾ ഈ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോണേന്ന് അറിയാവോ? സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന കുറച്ച് നല്ല കൂട്ടുകാരുണ്ടാവില്ലേ? തെറ്റ് ചെയ്താൽ തെറ്റാണെന്നും ശരി ചെയ്താൽ അഭിനന്ദിക്കാനും മടിയില്ലാത്തവർ, അങ്ങനെയുള്ള കുറച്ച് നല്ല കൂട്ടുകാരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ പോകുന്ന പോക്കാണിത്. അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളുടെ കൂട്ടുകാരായ ദേവിയുടെയും ഷിഫിൻ്റെയും വീട്ടിലെത്തി. കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ അറിയാലോ, സമയത്തിനെത്താൻ കുറച്ച് വൈകി. ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ ഓണം ഒരുക്കാൻ തുടങ്ങി കഴിഞ്ഞു. സദ്യയുടെ അവസാനഘട്ട ഒരുക്കങ്ങളിലായിരുന്നു എല്ലാം. കൊണ്ടുവന്ന കറികളൊക്കെ ചൂടാക്കുന്നു, പപ്പടം കാച്ചുന്നു, ബോളി ഉണ്ടാക്കുന്നു. അതെ ഗൈസ്, നിങ്ങൾ കേട്ടത് ശരി തന്നെ. ഇന്നത്തെ ഓണാഘോഷ പരിപാടിയുടെ ഹൈലൈറ്റ് നമ്മുടെ ബോളിക്കുട്ടന്മാർ തന്നെ, മഞ്ജുലേഖ ചേച്ചിയുടെ വക. നല്ല അടിപൊളി കളറിൽ നെയ്യിൽ കുതിർന്ന് കിടക്കുന്ന ആ ബോളിക്കുട്ടന്മാരെ കണ്ടു, അടിപൊളിയായിരുന്നു. അങ്ങനത്തെ എല്ലാവരും കൊണ്ടുവന്ന കറികളെല്ലാം ചൂടാക്കി ടേബിളിൽ നിരത്തി. അമ്പോ സൂപ്പർ. പിന്നെ സൈഡിൽ നിന്ന് ഫോട്ടോ, മേളിൽ നിന്ന് ഫോട്ടോ, അങ്ങനെ എല്ലാ പ്രഹസനവും കഴിഞ്ഞ് ഞങ്ങളിതാ വിളമ്പി കഴിക്കാനിരുന്നു. അപ്പോൾ ആദ്യം ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പെൺപട തന്നെ ഇരുന്നു. വിശന്നങ്ങ് അറ്റം പറ്റിയതുകൊണ്ടാണെന്ന് വേണമെങ്കിലും പറയാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മിഴിക്കുട്ടി കണ്ടോ നടക്കാൻ ശ്രമിക്കുന്നത്. അവൾക്ക് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഒറ്റയ്ക്ക് നടക്കാനായിട്ടുള്ള ധൈര്യമില്ല. അത് പതിയെ ആയിക്കോളും. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഓണസദ്യയും കഴിഞ്ഞ് ഞങ്ങൾ കലാപരിപാടിയിലേക്ക് കടന്നു ഗൈസ്. സദ്യ കഴിച്ചാൽ മലക്കം മറിഞ്ഞ് കിടന്ന് ഉറങ്ങണമെന്നാണല്ലോ, പക്ഷേ ഉറങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പാട്ട് പാടി അന്താക്ഷരി കളിച്ചേക്കാമെന്ന് കരുതി. ഓരോ പാട്ടിനും ചെയർ ചെയ്ത് കൂടെ തുള്ളാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തായാലും പുറത്തുനിന്ന് ആളെ എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കൂടെ ഉള്ളതേ കുട്ടിപ്പട്ടാളം എല്ലാത്തിനും റെഡി. അങ്ങനെ പാട്ടും ഡാൻസും അങ്ങോട്ടുള്ള പാരവെപ്പും ഇങ്ങോട്ടുള്ള കളിയാക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ അടുത്ത മെയിൻ പരിപാടിയിലേക്ക് കടന്നു. എന്താണെന്നല്ലേ? ഫോട്ടോ എടുക്കൽ. നല്ല സാരിയിലും മുണ്ടിലും ഒക്കെ അണിഞ്ഞൊരുങ്ങി വന്നിട്ട് ഫോട്ടോ എടുക്കാതെ എന്താഘോഷം. അപ്പം ഞങ്ങൾ ദേവിയുടെ വീടിൻ്റെ താഴെയുള്ള പാർക്കിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. എടുത്ത ഫോട്ടോസ് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതേ കുറച്ച് ഫോട്ടോസ് ഇവിടെ ചേർക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാവരും കണ്ടു നോക്കാൻ മറക്കല്ലേ.